ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അപ്പൂസ് കിച്ചൺ. എല്ലാവർക്കും അപ്പൂസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് അപ്പൂസ് കിച്ചണിൽ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് കേട്ടോ. ഞങ്ങളുടെ വിവാഹ ജീവിതം 20 വർഷം പിന്നിട്ടിരിക്കുകയാണ്. 2000 ഓഗസ്റ്റ് 6 എൻ്റെ വിവാഹം. 2020 ആയിട്ടുണ്ട്, 20ാം വർഷത്തിലേക്ക് കടക്കുകയാണ്. അപ്പോൾ സാധാരണ എല്ലാ കപ്പിൾസിനെയും പോലെ അല്പം ഇണക്കവും പിണക്കവും ഒക്കെ ആയിട്ടാണ് ഞങ്ങളുടെയും ജീവിതം മുന്നോട്ട് പോകുന്നത്. അൽഹംദുലില്ലാ, ഇത്രയും കാലവും ഒരുമിച്ച് കഴിയാനായി. ശരിക്കും വിവാഹ വാർഷികം ആഘോഷിക്കാനൊന്നും നിന്നിട്ടില്ല. എങ്കിൽ കൂടിയും ഒരു ചെറിയ സദ്യ ഉണ്ടാക്കി കുട്ടികൾക്കും ഹസ്ബൻഡിനും കൊടുത്തു. പിന്നെ ഇങ്ങനത്തെ കുറച്ച് വിശേഷങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കാമെന്ന് കരുതി. കുറച്ച് ഭാഗങ്ങളാണ് കേട്ടോ, മുഴുവനായിട്ടൊന്നും നമുക്ക് ഷൂട്ട് ചെയ്യാനും അല്ലെങ്കിൽ അതൊക്കെ അപ്ലോഡ് ചെയ്യുന്നതൊന്നും പ്രായോഗികമല്ലല്ലോ. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഒപ്പം കാണുന്ന ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്താൽ ഓൾ എന്ന ഓപ്ഷൻ കാണാം. അപ്പോൾ അത് സെലക്ട് ചെയ്താൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുന്നതായിരിക്കും. കാലത്ത് തന്നെ ചായക്ക് വേണ്ടിയിട്ട് ഞാൻ അദ്ദേഹത്തിന് ഇഷ്ടമുള്ള പഴം വാട്ടിയതാണ് ഉണ്ടാക്കിയത്. പഴം വാട്ടുമ്പോൾ നമ്മൾ കുറച്ച് നെയ്യും 1 ടീസ്പൂൺ എണ്ണയാണെങ്കിൽ 1 ടീസ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കും. എന്നിട്ട് പഴമൊക്കെ ഒന്ന് നന്നായി ഫ്രൈ ചെയ്ത് വാട്ടി തിരിച്ചു മറിച്ചിട്ട് ഗോൾഡൻ കളറാകുമ്പോൾ എടുത്തിട്ട് നമ്മൾ അതിൻ്റെ മുകളിൽ കുറച്ച് പഞ്ചസാര അപ്പോൾ ചായ കുടിയൊക്കെ കഴിഞ്ഞ് ഹസ്ബൻഡ് പുറത്തേക്ക് എവിടെയോ പോകാൻ ഇറങ്ങിയിട്ടുണ്ട്. തലേന്ന് ഷോപ്പിങ്ങിന് പോയപ്പോൾ ഞാൻ അദ്ദേഹത്തിന് സമ്മാനിക്കാനായിട്ട് ഒരു മുണ്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നു. കൂടി ഇഷ്ടപ്പെട്ട ഒരു പാക്കറ്റ് മിഠായിയും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ പോവാണ്. സത്യം പറഞ്ഞാൽ ഹസ്ബൻഡിന് വിവാഹ വാർഷികമാണെന്ന് അറിയുണ്ടാവും. എന്നാലും അങ്ങനെ വലിയ നമ്മളിപ്പോൾ വാർഷികം എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വലിയ സെലിബ്രേഷൻ അങ്ങനെ ഒന്നും സാധാരണ നടത്താറില്ല. നമ്മുടെ പ്രിയപ്പെട്ടവർ നമ്മളൊന്ന് വിഷ് ചെയ്യും, പരസ്പരം എന്തെങ്കിലുമൊക്കെ. ചിലപ്പോഴൊക്കെ സമ്മാനം അദ്ദേഹം തരാറുണ്ട്, ചിലപ്പോഴൊക്കെ ഞാനും നൽകും. അത്ര തന്നെ അങ്ങനെ ഈ സമ്മാനം കിട്ടിയേ തീരുമെന്നോ കൊടുത്തേ തീരുമെന്നോ ഒന്നും വിചാരിക്കാറില്ല. ഞാൻ വീടിൻ്റെ തൊടിയൊക്കെ ഒന്ന് ചുറ്റി നടക്കുകയാണ്. തലേന്നത്തെ രാത്രി നല്ല കാറ്റുണ്ടായിരുന്നു. അപ്പോൾ കുറേ മരങ്ങൾ പൊട്ടി വീണിട്ടുണ്ട്. ഞങ്ങളുടെ ഇലക്ട്രിക് ലൈനിൻ്റെ മുകളിലൊക്കെയാണ് മരം പൊട്ടി വീണിട്ടുള്ളത്. പോരാത്തതിന് തൊടിയിൽ 2 വാഴയും നല്ല കൊലച്ച് തുടങ്ങിയ വാഴയായിരുന്നു, അതും പൊട്ടി വീണിട്ടുണ്ട്. വാഴക്കൊലയൊക്കെ അകത്ത് കൊണ്ട് വെച്ചിട്ടുണ്ട്. ഇനി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഒരുക്കങ്ങളൊക്കെ നടത്തണം. ഇന്ന് പുട്ടുണ്ടാക്കാമെന്ന് കരുതി. പുട്ടുപൊടി ഞാൻ നേരത്തെ കുഴച്ച് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ക്യാരറ്റും ക്യാപ്സിക്കവും മല്ലിയിലയും ഇഞ്ചി ചെറുതായി കൊത്തിയരിഞ്ഞതും കൂടി ചേർത്തിട്ട് കുഴക്കുന്നുണ്ട്. ഇതുപോലെ പുട്ടുണ്ടാക്കിയാൽ ഒരു വേറെ ടേസ്റ്റ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കൂടെ മുരിങ്ങയില കൂടി ഞാൻ സാധാരണ ചേർക്കാറുണ്ട്. ഇപ്പോൾ കർക്കിടകമായോണ്ടായിരിക്കണം മുരിങ്ങ മരത്തിലൊന്നും ഇലകളില്ല, അതുകൊണ്ടാണ് കേട്ടോ ഇപ്പോൾ ചേർക്കാത്തത്. ഇങ്ങനെ തയ്യാറാക്കുന്ന പുട്ടിന് പുറമെ വേറെ കറിയൊന്നും ശരിക്കും ആവശ്യമില്ല. നമ്മൾ ചായയും പുട്ടും ഉണ്ടെങ്കിൽ അത് കഴിക്കാൻ പറ്റും. എങ്കിൽ കൂടിയും ഞാൻ പുട്ടിൻ്റെ ഒന്നിച്ച് പഴം കൂടി എല്ലാവർക്കും കൊടുക്കാറുണ്ട്. ഹസ്ബൻഡൊക്കെ ഈ പുട്ട് തനിയെ കഴിച്ചോളും. കുട്ടികൾ പഴം കൂട്ടി പുറത്ത് നല്ല മഴ പെയ്യുകയാണ്. ആരും എണീറ്റിട്ടില്ല വീട്ടിൽ. ഹസ്ബൻഡും ഞാനും മാത്രമേ എണീറ്റിട്ടുള്ളൂ. കുട്ടികളൊക്കെ പുതച്ച് മൂടി ഉറങ്ങുകയാണ്. അപ്പോൾ അവരെ ഒന്ന് എഴുന്നേൽപ്പിക്കാനുണ്ട്. കുട്ടികളൊക്കെ ഉണർത്തി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കൊടുത്ത് ഇപ്പോൾ ഉച്ചക്കേക്കുള്ള ഊണിന് വേണ്ടിയിട്ടുള്ള വിഭവങ്ങൾ ഒരുക്കുകയാണ്. ഞാൻ നേരത്തെ വാഴ പൊട്ടി വീണത് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിൻ്റെ കൂമ്പ് കിട്ടിയിട്ടുണ്ടായിരുന്നു, വാഴക്കൂമ്പ്. ഇന്ന് വാഴക്കൂമ്പ് തോരനുണ്ടാക്കാമെന്ന് കരുതിയിട്ട് ഞാനതിൻ്റെ തൊലിയൊക്കെ കളയുന്നുണ്ട്. എന്ത് ഭംഗിയാണല്ലേ ഇത് കാണാൻ.
ഇതിൻ്റെ മെറൂൺ കളറിൽ കാണുന്ന ഇതളുകളൊക്കെ നീക്കിയിട്ട് ഇതിനകത്തുള്ള ആ വെളുത്ത സാധനം മാത്രമാണ് കേട്ടോ നമ്മൾ നന്നായിട്ട് അരിഞ്ഞിട്ട് തോരൻ വെക്കാൻ. ചോറിന് അരി ഇട്ടിട്ടുണ്ടായിരുന്നു നേരത്തെ, അത് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ചിട്ട് അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് കടുക് പൊട്ടിക്കുന്നുണ്ട്. എന്നിട്ട് അതിലേക്ക് നമ്മൾ കുനുകുന അരിഞ്ഞ് വെച്ചിരിക്കുന്ന വാഴക്കൂമ്പും പിന്നെ ഒരു ചെറിയ സവാളയും 2 പച്ചമുളകും ചേർത്തിട്ടുണ്ട് കേട്ടോ. അതുകൂടി ചേർത്ത് നന്നായി ഇളക്കി കൊടുത്ത് ഇതിലേക്ക് തേങ്ങ ചിരകിയത് കൂടി ചേർത്ത് കൊടുത്താൽ നമ്മുടെ തോരൻ റെഡിയായി. അപ്പോൾ അതിനായി തേങ്ങ ചിരകേണ്ട ആവശ്യമുണ്ട്. ഈ ചിരവ ഉണ്ടോ, ഇതെൻ്റെ ഉമ്മ എനിക്ക് സമ്മാനിച്ചതാണ് കേട്ടോ. ചിരവയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് നമ്മളിങ്ങനെ നമ്മുടെ പാതകത്തിന് ഇങ്ങനെ വെച്ചു കൊടുത്താൽ നമ്മുടെ ശരീരം ചേർത്ത് പിടിച്ചിട്ട് ചിരകിയാൽ മതി. ആവശ്യമുള്ളപ്പോൾ നമുക്ക് ഇതിന് മുകളിൽ വെക്കാം, കഴിഞ്ഞാൽ നമുക്ക് എടുത്തിട്ട് സ്റ്റോറേജിൽ സൂക്ഷിക്കാം. അതായത് ഇതിൻ്റെ പ്രത്യേകത എനിക്ക് വളരെ ഇഷ്ടമാണ് കേട്ടോ ഈ ചിരവ. അപ്പോൾ തേങ്ങ ചിരകി തോരനിൽ ചേർത്തു. മല്ലിയില ചമ്മന്തിയും കൂടി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അതിനായി ഞാൻ 3 കാന്താരി മുളകും കുറച്ച് ഉപ്പും 2 വെളുത്തുള്ളി അല്ലിയും കൂടി എടുത്തിട്ടുണ്ട്. ഈ മല്ലിയില ചമ്മന്തി കാണാൻ നല്ല പച്ചക്കളറുള്ളത് കൊണ്ട് തന്നെ എരിവിന് ഞാൻ ചുവന്ന കാന്താരിയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മുടെ ചമ്മന്തി കാണാനൊരു പച്ച നിറവും ഉണ്ടാവും, നല്ല ടേസ്റ്റും കേട്ടോ ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. ഇനി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സാമ്പാറിലേക്ക് കടുകും വറ്റൽമുളകും ഒന്ന് പൊട്ടിച്ചൊഴിക്കാം. ബീഫ് ഫ്രൈ ആണ് കേട്ടോ ഇന്ന് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ ബീഫ് ഞാൻ കുക്കറിൽ നേരത്തെ വേവിച്ച് വെച്ച് അല്പം മസാല ചേർത്തിട്ട് എണ്ണയിൽ വഴറ്റിയെടുത്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോസ് എടുക്കാൻ പറ്റിയില്ല. ഇനി പപ്പടം കൂടി കാച്ചിക്കഴിഞ്ഞാൽ സദ്യ വിളമ്പാറായി. അപ്പോൾ എല്ലാവരും വിശന്നിരിപ്പാണ്. സദ്യ ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ 2-3 കൂട്ടാക്കുന്നതുകൊണ്ട് കുറച്ച് ലേറ്റായിട്ടുണ്ട്. പക്ഷേ അപ്പോൾ ഞാൻ നേരത്തെ വാഴയിലൊക്കെ പറിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. എൻ്റെ ഇഷ്ടങ്ങളിൽ ഒന്നാണ് കേട്ടോ ഈ ഇലയിൽ കഴിക്കുന്നതും. അപ്പോൾ കുട്ടികളെല്ലാവരും ഇരുന്നിട്ടുണ്ട്. മാസിന് ഗെയിമിങ്ങിൽ ഭയങ്കര തിരക്കായിട്ടാണുള്ളത്. അതുകൊണ്ട് തന്നെ അവന് വരാനുണ്ട്. നമ്മൾ എല്ലാവരും കഴിക്കാനിരുന്നു. പഴം, പപ്പടം, ഞാൻ മുമ്പ് ഉണ്ടാക്കി വെച്ച വെളുത്തുള്ളി അച്ചാർ, വാഴക്കൂമ്പ് ഉപ്പേരി, മല്ലിയില ചട്നി, ബീഫ് ഫ്രൈ, നല്ല മട്ടയരി ചോറ്, ഇതൊക്കെയാണ്. പിന്നെ സാമ്പാറും. ഇതായിരുന്നു ഇന്നത്തെ മെനു. അപ്പോൾ കുട്ടികൾക്ക് ബീഫും സാമ്പാറുമാണ് ഏറെ ഇഷ്ടമായി. അപ്പോൾ എല്ലാവരും ചോറൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ അടുത്ത വീട്ടിൽ കല്യാണമാണ് കേട്ടോ ഇന്ന്. അപ്പോൾ അവരുടെ കല്യാണത്തിന് ഞങ്ങളെ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. കോവിഡ് മാനദണ്ഡം അനുസരിച്ചിട്ട് കുറച്ച് ആൾക്കാരല്ലേ പങ്കെടുത്തുകൂടൂ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ സ്നേഹപൂർവ്വം നിരസിക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ അവിടുത്തെ ഇത്താത്ത ഞങ്ങൾക്ക് വേണ്ടിയിട്ട് കുറച്ച് കല്യാണത്തിൻ്റെ ചോറ് കൊടുത്തു വെച്ചിട്ടുണ്ട്. ചിക്കൻ ബിരിയാണി ആയിരുന്നു. അപ്പോൾ രാത്രിയൊക്കെ ഇനി ഭക്ഷണമൊന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. ഇന്ന് പറമ്പിൽ ഹസ്ബൻഡിൻ്റെ സഹായിയായിട്ടുള്ള ആസാമി വന്നിട്ടുണ്ട്. വൈകുന്നേരം ചായക്ക് എന്തെങ്കിലും ഒരു സ്നാക്സ് ഉണ്ടാക്കണമല്ലോ, അതുകൊണ്ട് ഞാൻ പഴംപൊരി ഉണ്ടാക്കുകയാണ്. അപ്പോൾ എല്ലാവരും ചായയും സ്നാക്സൊക്കെ കൊടുത്തു. ആസാമി പോയി. അപ്പോൾ ജാസ്മിൻ ബാപ്പാനെ അനുകരിച്ചിട്ട് നടക്കുന്നുണ്ട്. ബാപ്പാൻ്റെ അതേ കളറിലുള്ള ലുങ്കിക്ക് പകരമായിട്ട് അവളുടെ പുതപ്പൊക്കെ എടുത്ത് ചുറ്റി വെറുതെ തമാശ ആക്കുന്നുണ്ട്. കുട്ടികൾക്ക് എന്തെങ്കിലും ഒരു സ്വീറ്റ്സ് ഉണ്ടാക്കി കൊടുക്കാമെന്ന് കരുതിയിട്ട് ഞാൻ അടുക്കളയിലേക്ക് ചെന്നതാണ്. പുഡിങ് ഉണ്ടാക്കാമെന്ന് വെച്ചു. സാധാരണ വെഡിങ് ആനിവേഴ്സറി കേക്കൊക്കെ ഉണ്ടാക്കുന്നതാണ്. പക്ഷേ ഈ പ്രാവശ്യം എനിക്ക് കേക്ക് ഉണ്ടാക്കാനൊന്നും ഒരു മൂഡും ഉണ്ടായിരുന്നില്ല. കേക്ക് ഹസ്ബൻഡിനൊന്നും അത്ര വലിയ ഇഷ്ടമല്ല. അപ്പോൾ സാധാരണ നമ്മുടെ ചോക്ലേറ്റ് കേക്കില്ലേ, അതിൻ്റെ ഒരു ബേസാണ് ഉണ്ടാക്കിയത്. ആ കേക്ക് വെച്ചിട്ടാണ് നമ്മുടെ പുഡിങ്ങിൻ്റെ ബേസും കൊടുക്കുന്നത്. പാനിൽ വെച്ചിട്ടാണ് കേട്ടോ ഇപ്രാവശ്യം ഉണ്ടാക്കിയത്. നന്നായിട്ട് വന്നു കേക്ക്. ക്രീം അടിക്കുന്നുണ്ട്, വിപ്പിംഗ് ക്രീം. 1 കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ട്
നന്നായി പതഞ്ഞ് വരുമ്പോൾ അതിലേക്ക് 1/4 കപ്പ് മിൽക്ക് മെയ്ഡ് അഥവാ കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ചെയ്യുന്നത് കുറച്ച് നിലക്കടല എണ്ണയിൽ വറുത്തെടുത്തിട്ട് അതൊന്ന് പൊടിച്ച് വെക്കലാണ്. അപ്പോൾ നമ്മുടെ സാധാരണ ഹാസിൽനട്ടൊക്കെ കഴിക്കുന്ന അതേ ടേസ്റ്റ് ആട്ടോ നമ്മുടെ പീനട്ട് ഇതുപോലെ വറുത്തെടുത്ത് പൊടിച്ച് വെച്ചാൽ കിട്ടാറ്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ മിൽക്ക് ചോക്ലേറ്റ് കുറച്ച് ഫ്രഷ് ക്രീമിലോ വിപ്പിംഗ് ക്രീമിലോ ഉരുക്കിയെടുക്കുകയും കൂടി ചെയ്യുന്നുണ്ട്. കുറച്ച് കളറ് ചേർക്കണം കേട്ടോ. നമ്മൾ ടൈഗറിൻ്റെ ടൊമാറ്റോ റെഡ് കളറാണ് കേട്ടോ ഞാനിതിൽ ഒരു 5-6 തുള്ളി നന്നായി ഇട്ടിച്ചു കൊടുത്ത് കലക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് നോക്കാം. നമ്മൾ ചുട്ടെടുത്ത് വെച്ച കേക്ക് 2 പീസാക്കിയിട്ട് മുറിച്ച് വെക്കണം. അപ്പോൾ എൻ്റെ കേക്കിൻ്റെ അടിയിൽ കുറച്ച് കരിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കരിയൊക്കെ ഞാൻ മുറിച്ച് മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് ഇത് 2 ലെയറാക്കിയിട്ട് അതിൻ്റെ ഫസ്റ്റ് ലെയർ ഒരു പുഡിംഗ് ട്രേയിൽ അല്ലെങ്കിൽ ഒരു പുഡിംഗ് ബൗളിൽ വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിന് മുകളിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന വിപ്പിംഗ് ക്രീമും മിൽക്ക് മെയ്ഡും ചേർത്ത് അടിച്ചെടുത്ത ആ ക്രീമൊന്ന് ഒഴിച്ചു കൊടുക്കുക. പിന്നെ അതിന് മുകളിൽ നിലക്കടല വറുത്ത് പൊടിച്ചതുകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് രണ്ടാമത്തെ കേക്കിൻ്റെ ലെയർ കൂടി വെച്ച് ബാക്കി ക്രീം ചേർത്ത് ഇതിന് മുകളിലായിട്ട് നമ്മൾ വൈറ്റ് ചോക്ലേറ്റ് ഗനാഷെ നമ്മൾ വൈറ്റ് ചോക്ലേറ്റ് വെച്ചിട്ട് ഗനാഷെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒരു ഫോർക്ക് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വരഞ്ഞു കൊടുക്കുക. അപ്പോൾ നല്ലൊരു ഡിസൈൻ പോലെ വരും. ഇതിന് മുകളിലായിട്ട് നമ്മൾ വറുത്ത പീനട്ട്സ് കുറച്ചിങ്ങനെ വിതറി കൊടുക്കുക. ഇത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചെയ്താൽ മതി. പുഡിങ് നമുക്ക് ഫ്രിഡ്ജിലേക്ക് മാറ്റാം, കുറച്ച് നേരം സെറ്റായിട്ട് ഇരിക്കട്ടെ. ശരിക്കും ഇതൊരു രാത്രി നമ്മൾ തലേന്ന് തന്നെ ഉണ്ടാക്കി വെക്കേണ്ട ഒരു പുഡിങ്ങാണ്. എങ്കിൽ മാത്രമേ നമുക്കിതിൻ്റെ മൊത്തം ടേസ്റ്റും നല്ല ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ പറ്റത്തുള്ളൂ. വൈകുന്നേരം ആയപ്പോൾ ഞാനും ഹസ്ബൻഡും അപ്പും കൂടിയിട്ടൊന്ന് മുറ്റത്തേക്ക് ഇറങ്ങി വെറുതെ വണ്ടിയിലൊന്ന് റൈഡ് ചെയ്ത് വരാമെന്ന് കരുതിയിട്ടാണ്. ഞങ്ങൾ മാടായിപ്പാറയിലേക്കാണ് പോയത് കേട്ടോ. അവിടെ പുറത്തൊന്നും ഇറങ്ങാൻ നിന്നില്ല, ജസ്റ്റ് ഒന്ന് റോഡിലൂടെ ഓടിച്ചിട്ട് വരികയാണ് ഉണ്ടായത്. അപ്പോൾ വരുന്ന വഴിക്ക് ഞങ്ങൾ കുറച്ച് പച്ചക്കറിയൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. വീട്ടിലെത്തുമ്പോഴേക്കും സന്ധ്യയായി, നല്ല മഴയും ഉണ്ട്. അപ്പോൾ സന്ധ്യ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ എല്ലാവരും ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ ഈ പുഡിങ് ബിരിയാണിയൊക്കെ കഴിച്ചു കേട്ടോ. നമ്മൾ നേരത്തെ വീട്ടിൽ നിന്ന് കൊടുത്തു വെച്ച ബിരിയാണിയായിരുന്നു ഭക്ഷണം കഴിച്ചതിന് ശേഷം ഞാൻ ഈ പുഡിങ് ഒരു വിളമ്പുന്ന പാത്രത്തിലേക്ക് മാറ്റുകയാണ്. പുഡിങ് ഒന്ന് ചെറുതായി സെറ്റായിട്ടേ ഉള്ളൂ കേട്ടോ. ഞാൻ പറഞ്ഞില്ല ഇതൊരു രാത്രി മുഴുവനും ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കണമെന്ന്. അപ്പോൾ ഇത് നന്നായിട്ട് സെറ്റായിട്ടൊന്നുമില്ല, എങ്കിൽ കൂടിയും ഞാൻ എല്ലാവർക്കും ഇത് വിളമ്പുന്ന പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. അപ്പോൾ ഇതിന് മുകളിൽ ഒരു ഡെക്കറേഷനായിട്ട് ഞാനൊരു ചോക്ലേറ്റ് പീസ് വെച്ച് ഇത് ഞാൻ മുമ്പ് വീട്ടിൽ തന്നെ ഉണ്ടാക്കി വെച്ച ചോക്ലേറ്റാണ് കേട്ടോ. ചോക്ലേറ്റ് മെൽറ്റ് ചെയ്ത് ഇങ്ങനെ ഒരു സ്പ്രിംഗ് പാനിൽ വെച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്തിട്ടാണ് ഈ ചോക്ലേറ്റ് പീസ് ഉണ്ടാക്കിയത്. അപ്പോൾ ഇത് മുമ്പേ ഉണ്ടാക്കി വെച്ചത് ഉള്ളതുകൊണ്ട് ഞാൻ ഈ ചോക്ലേറ്റ് പീസസ് ആക്കിയിട്ട് ഇതിങ്ങനെ ഓരോ പുഡിങ്ങിന് മുകളിലും ഓരോ പാത്രത്തിലും കുറച്ച് പുഡിങ് ഇട്ടിട്ട് അതിന് മുകളിൽ ഈ ചോക്ലേറ്റ് പീസ് വെച്ച് ഗാർണിഷ് ചെയ്തിട്ടുണ്ട്. പുഡിങ് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ. മാജിക്കൊക്കെ പ്രത്യേകിച്ചിട്ട് ഇഷ്ടപ്പെട്ടിട്ട്.
അപ്പോൾ അപ്പൂന് എഴുതാനുള്ളതൊക്കെ എഴുതാൻ വേണ്ടി ഇരിക്കുന്ന സമയത്താണ് ഞാൻ അവളുടെ കാലിൻ്റെ നഖം മുറിച്ചു കൊടുക്കാറ്. കാരണം അവൾക്ക് ഭയങ്കര പേടിയാണ് കാലിൻ്റെ നഖം മുറിക്കുന്നത്. അപ്പോൾ സൂത്രത്തിലൊന്ന് നഖമൊക്കെ മുറിച്ചു കൊടുത്തിട്ടുണ്ട്. കുട്ടികളിപ്പം വീട്ടിൽ തന്നെ ഉള്ള കാരണം എല്ലാ വീട്ടു ജോലികളിലും അവരെന്നെ ഹെൽപ്പ് ചെയ്യാറ്. കാരണം കുട്ടികളല്ലെങ്കിൽ വീട്ടിലൊന്നും ചെയ്യാനില്ലാണ്ട് അല്ലെങ്കിൽ എപ്പോഴും ഗെയിമിങ്ങും അങ്ങനെയൊക്കെ ആയിട്ട് ഇരുന്ന് പോകണ്ടെന്ന് വെച്ചിട്ടാണ് അപ്പോൾ അവർ തുണിയൊക്കെ മടക്കി വെക്കുന്നുണ്ട്. ഇപ്പോൾ അപ്പവും ബാപ്പയും കൂടിയിട്ട് ഗാനമേള ആരംഭിച്ചിട്ടുണ്ട്. ഇത്രയുമാണ് ഇന്നത്തെ ദിവസത്തെ വിശേഷങ്ങൾ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതാൻ മറക്കല്ലേ. അപ്പോൾ എല്ലാവർക്കും അപ്പൂസ് കിച്ചൻ്റെ ആശംസകൾ. താങ്ക് യു സോ മച്ച്.